ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ശങ്കരകൃതികളിൽ സ്തോത്രങ്ങളിൽ ശിവാപരാധ ക്ഷമാപണ സ്തോത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോഴും ശൈശവ ബാല്യങ്ങളിലും യൗവനത്തിലും വാർദ്ധക്യത്തിലുമൊക്കെ വന്നു ചേർന്ന അവസ്ഥകളെക്കുറിച്ച് ഓർത്ത് എല്ലാ അപരാധവും ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. തുടർന്ന് ചെയ്യേണ്ടുന്നതായ കർത്തവ്യങ്ങളെ താൻ വേണ്ടതുപോലെ ചെയ്തില്ലല്ലോ എന്നോർത്ത് ആ അപരാധങ്ങൾക്ക് മുഴുവൻ ക്ഷമായാചന ചെയ്യുകയാണ്. സ്നാത്വാ പ്രത്യൂഷകാലേ സ്നപന വിധിവിധൗ നാഹൃദം ഗംഗതോയം പൂജാർത്ഥം വാ കദാചിത് ബഹുതരഗഹനാദ് ഖണ്ഡബില്വിദളാനി നാനീതാ പത്മമാല സരസി വികസിതാ ഗന്ധപുഷ്പേ ത്വദർത്ഥം ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോ ശ്രീമഹാദേവ ശംഭോ. പ്രഭാതത്തിന് മുമ്പ് കുളിച്ച് സ്നപനവിധിയിൽ, സ്നപനവിധി ഭഗവാനെ പൂജിക്കുമ്പോഴുള്ള അഭിഷേകവിധി, ഗംഗാജലം എന്നാൽ ആഹരിക്കപ്പെട്ടില്ല. പിന്നെയോ ബഹുതര ഗഹനമായിരിക്കുന്ന പ്രദേശത്ത് നിന്ന്, കാട്ടിൽ നിന്ന് ഖണ്ഡബില്വീദളാനി കൂവളത്തിൻ്റെ ഇലകളൊടിച്ച് പൂജാർത്ഥം ഞാൻ കൊണ്ടുവന്നില്ല. നാനീതാ പത്മമാല സരസി വികസിത ഗന്ധപുഷ്പേ ത്വദർത്ഥം. സരസി വികസിത പത്മമാല ന ആനീത. ജലാശയത്തിൽ വിടർന്ന താമര കെട്ടിയുണ്ടാക്കിയ മാല നിനക്കായി ഞാൻ ആനയിച്ചില്ല, സമർപ്പിച്ചില്ല. പിന്നെയോ ഗന്ധപുഷ്പേ, ഗന്ധവും പുഷ്പവും, ഗന്ധം ചന്ദനം, അപ്പം ചന്ദന പുഷ്പങ്ങളെ നിനക്കായി ഞാൻ സമർപ്പിച്ചില്ല. ഇങ്ങനെ ബാല്യ കൗമാര യൗവന വാർദ്ധക്യ അവസ്ഥകളിൽ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടായിരുന്നു അതൊന്നും ചെയ്തില്ലല്ലോ എന്ന് വാർദ്ധക്യത്തിൽ ഇരുന്ന് തിരിഞ്ഞു നോക്കി ഖേദിക്കുകയാണ്. അതാണ് ഓരോ വാക്യവും. രാവിലെ നേരത്തെ കുളിച്ച് ഗംഗാജലം അഭിഷേകത്തിനായി കൊണ്ടുവന്നില്ല, കാട്ടിൽ പോയി കൂവളത്തിൻ്റെ ഇലകൾ പൊട്ടിച്ചു കൊണ്ടുവന്നില്ല പൂജയ്ക്കായിട്ട്, തടാകത്തിൽ വിടരുന്ന താമരപ്പൂക്കൾ ശേഖരിച്ച് മാല കെട്ടി സമർപ്പിച്ചില്ല, ചന്ദനമോ പുഷ്പമോ നിനക്കായി ഞാൻ കൊണ്ടുവന്നില്ല, സമർപ്പിച്ചില്ല. ഇങ്ങനെ കർത്തവ്യങ്ങളായ പൂജകളെ, അതുമായി ബന്ധപ്പെട്ട കൃത്യങ്ങളെ യഥാസമയം ചെയ്തില്ലല്ലോ എന്നോർത്ത് ഖേദിക്കുകയാണ്. ഈ അപരാധങ്ങളൊക്കെ പൊറുക്കണേ. ക്ഷന്തവ്യോ മേ പരാധ, മേ അപരാധ, എൻ്റെ അപരാധം ക്ഷന്തവ്യ, ക്ഷമിക്കപ്പെടേണ്ടതാകുന്നു. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ എന്ന പോലെ ഉദ്വേഗത്തെയും അതുപോലെ ചക്കിതഭാവത്തെയും പശ്ചാത്താപ ഭാരത്തോടുകൂടി പ്രകടിപ്പിക്കുകയാണ് 3 പ്രാവശ്യം ശിവ 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 എന്ന് പറയുന്നതിലൂടെ. ശംഭോ, ശ്രീ മഹാദേവ ശംഭോ, അങ്ങ് ക്ഷമിക്കണമേ എന്ന്. തുടർന്ന് ദുഗ്ധൈർമധ്വാജ്യയുക്തൈർദധിഗുഡസഹിതൈഃ സ്നാപിതം നൈവ ലിംഗം നോലിപ്തം ചന്ദനാദ്യൈ
കനകവിരചിതൈഃ പൂജിതം ന പ്രസൂനൈഃ ധൂപൈ കർപ്പൂരദീപൈർവിവിധരസയുതൈർനൈവ ഭക്ഷ്യോപഹാരൈഃ ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോ ശ്രീമഹാദേവ ശംഭോ. ദുഗ്ധൈർമധ്വാജ്യയുക്തൈഃ ദധിഗുഡസഹിതൈഃ സ്നാപിതം നൈവ ലിംഗം നോലിപ്തം ചന്ദനാദ്യൈഃ കനകവിരചിതൈഃ പൂജിതം ന പ്രസൂനൈഃ ധൂപൈ കർപ്പൂരദീപൈർവിവിധരസയുതൈർനൈവ ഭക്ഷ്യോപഹാരൈഃ ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോ ശ്രീമഹാദേവ ശംഭോ. ഹേ ശംഭോ, ശ്രീ മഹാദേവ, ഞാൻ അവശ്യ കർത്തവ്യങ്ങളായ പൂജകളെ ചെയ്തില്ലല്ലോ വേണ്ട സമയത്ത് എന്ന് ഓർത്ത് വിലപിക്കുകയാണ്. ദുഗ്ധൈഹി മധ്വാജ്യയുക്തൈഹി, ദുഗ്ധൈഹി ദുഗ്ധങ്ങളെക്കൊണ്ട്. ഇപ്പം ദുഗ്ധങ്ങളെക്കൊണ്ട് എന്ന ബഹുവചനം അവിടെ യുക്തമല്ല. കാരണം പാല് ഏകവചനത്തിലേ പ്രയോഗിക്കേണ്ട വിഷയമുള്ളൂ. അപ്പോൾ ബഹുവചനത്തിന് അനേക പ്രാവശ്യമുള്ള അഭിഷേകങ്ങൾ, സമർപ്പണങ്ങൾ എന്നെടുക്കാം. അഥവാ മധ്വാജ്യയുക്തൈഹി ദുഗ്ധൈഹി, തേൻ, നെയ്യ് തുടങ്ങിയവ ചേർത്തുള്ള പാല്. അങ്ങനെ ബഹുവസ്തുക്കളെ പ്രയോഗിക്കുമ്പോൾ ബഹുവചനാവാം. ഇങ്ങനെയുള്ള പാലഭിഷേകങ്ങൾ ഞാൻ വേണ്ടതുപോലെ ചെയ്തില്ലല്ലോ, മറ്റു ഉപചാരങ്ങളൊന്നും യഥാസമയം ചെയ്തില്ലല്ലോ എന്ന് പശ്ചാത്തപിക്കുകയാണ്. ഈ പശ്ചാത്താപങ്ങളൊക്കെ യഥാസമയം കർത്തവ്യം ചെയ്യണമെന്നും നാളെ ഇരുന്ന് ദുഃഖിച്ചിട്ട് പ്രയോജനമില്ല എന്നും നമ്മളെ ബോധിപ്പിക്കാനാണെന്നറിയുക. ഏതായാലും ആ ശ്ലോകം നമുക്ക് വിശദമായി ചിന്തിക്കാം. അടുത്ത പ്രാവശ്യമാവട്ടെ.